ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം നമ്മുടെ ഡോക്ടർ ബിന്നിയും അതേപോലെ ആദില നൂറയും തമ്മിലൊരു ചർച്ച നടക്കുന്നുണ്ട്. അതിൽ ബിന്നി ഇന്നത്തെ ടാസ്കിനെ അനീഷിന്റെ ഭാഗം ന്യായീകരിച്ച് സംസാരിക്കുന്നുണ്ട്. അനീഷ് നല്ലപോലെയാണ് കളിച്ചതെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ റീതിങ്ക് ചെയ്തപ്പോ അനീഷേട്ടൻ ചെയ്തത് കറക്റ്റായിട്ട് തോന്നി. ബിഗ് ബോസ് സീസൺ തീരുന്നത് വരെ മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും അത് എടുക്കുവോ? അവരാരെങ്കിലും പോയാൽ എടുക്കുവോ? ഇത് നമ്മൾ എടുക്കണ്ട എന്ന് വെച്ച് ബിഗ് ബോസ് നമുക്ക് തന്നൊരു പണിയാണ്. പുള്ളിയുടെ സ്റ്റാൻഡിൽ ബിഗ് ബോസ് അല്ല, ആര് പറഞ്ഞിട്ടും ബ്ലഫ് ആവാതെ പുള്ളി അതിൽ പിടിച്ചു നിന്നു. ആരെങ്കിലും ആ ടാസ്കിൽ പിടിച്ചു നിൽക്കുവോ? ഇവരാരെങ്കിലും പിടിച്ചു നിൽക്കുവോ? അതും 1000 പോയിന്റിന് വേണ്ടി 3 ബിരിയാണിയും നൂഡിൽസും പിന്നെ 1-2 ഡ്രസ്സും കിട്ടും മാക്സിമം. അപ്പൊ ആദിലയാണോ നൂറയാണെന്ന് അറിയില്ല, നൂറയാണെന്ന് തോന്നുന്നു, പറയുന്നുണ്ട് പുള്ളി മൈൻഡ് ഗെയിമർ ആണ് എന്ന്. ഇപ്പൊ നിലവിൽ ഭൂരിഭാഗം മലയാളി ബിഗ് ബോസ് പ്രേമികളും നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ബിഗ് ബോസ് ആരാധകരും എല്ലാവരും അനലൈസ് ചെയ്ത് കറക്റ്റായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, അവലോകനമാണ് ഡോക്ടർ ബിന്നി ആ പറഞ്ഞത്. അനീഷിന് വേണമെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് അവിടെ ഒരു വാക്പോര് തുടങ്ങാമായിരുന്നു. അനീഷ് വാക്പോരിൽ മിടുക്കനാണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. പക്ഷെ അതിന്റെ പരിണിത ഫലം എന്തായേനെ? ജിസയിലും ആര്യനും കൂടി അനീഷിനെ കൊണ്ട് മുട്ട അടിപ്പിച്ചേനെ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അനീഷിനെ കൊണ്ട് ആ ഒരു ജ്യൂസ് എടുപ്പിച്ച് ചേട്ടൻ കുടിച്ചു എന്ന് പറഞ്ഞ് അവർ കുടിപ്പിച്ചേനെന്ന്? ഒരിക്കലുമില്ല. അവിടെ ഫേവറിസം ഉണ്ട്, അവരാണ് മെജോറിറ്റി. പുള്ളിയെ കൊണ്ട് ഫോഴ്സ് ചെയ്യിപ്പിച്ച് മുട്ടയടിപ്പിച്ചേനെ. അതായിരുന്നേനെ ഇതിന്റെ പരിണിത ഫലം. പക്ഷെ അവിടെ അനീഷ് കളിച്ച മൈൻഡ് ഗെയിം എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി ബിഗ് ബോസ് എന്നോട് പറഞ്ഞു ഈ ഒരു കാർഡിനകത്ത് ഇപ്പൊ മുതൽ മിണ്ടിയേക്കരുത് എന്ന്. അപ്പൊ പിന്നെ എന്തിനാണ് വെറുതെ സംസാരിച്ച് എനർജി കളയുന്നത്? അവര് തമ്മിൽ തല്ലി വായിട്ട് കളിച്ച് എന്ത് വേണോ ആവട്ടെ എന്ന് അനീഷ് ഓർത്തു. മിണ്ടാതെ അവിടെ നിന്നു. മൗനം വിദ്വാന് ഭൂഷണം എന്ന് കേട്ടിട്ടില്ലേ? അതാണ് സംഭവം. ഇത് ഡോക്ടർ ബിന്നിയും ആദില നൂറയും ഇങ്ങനെയുള്ള എപ്പിസോഡിന്റെ അവസാനം ഇത് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം ആ വീട്ടിൽ കുറച്ചെങ്കിലും ബുദ്ധിയും വിവരവും ഉള്ള 2-3 പേരുണ്ടല്ലോ എന്നായിപ്പോയി. വേറെ ആരും തന്നെ ഈ ഒരു കാര്യം പറയുന്നത് കേട്ടില്ല എന്നുള്ളതാണ് സത്യം.